ശ്രീ സുമിത് ജോർജ്, നോക്കൂ, ഈ കാര്യത്തിൽ നിങ്ങൾ നിയമപരമായി പോകൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ നിയമം അനുസരിച്ചാണ്, ഭരണഘടന അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഡോക്ടർ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയത് മുഴുവൻ ഭരണഘടനയാണ്. ഇപ്പോൾ റോണി കെ ബേബി പറഞ്ഞതെല്ലാം നിയമപരമായി പോയപ്പോൾ ഹരിയാനയിൽ സംഭവിച്ച കാര്യങ്ങളാണ്, സ്ത്രീകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് CCTV കൊടുക്കില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ സ്ത്രീകളാണോ മുഴുവൻ ഈ തരത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നത്? അവിടെ ഈ ബ്രസീലിയൻ മോഡലിനെ പോലെ ഉള്ള സ്ത്രീകളാണോ അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദ്യം വരും. അല്ലാത്തവരുണ്ടെങ്കിൽ ആ വോട്ടുകൾ കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അത്തരം ദൃശ്യങ്ങൾ കാണിക്കാമല്ലോ. ഇനി അതും അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്താമല്ലോ. ഈ കാര്യങ്ങൾ പബ്ലിക് ആയി കാണിക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് കോടതി നോക്കട്ടെ എന്നുള്ളത് നിങ്ങൾക്ക് ആ രീതിയിലൊരു നിലപാടെടുക്കാമല്ലോ. ഇതൊന്നും എന്തുകൊണ്ട് നിങ്ങൾ പോലും ആവശ്യപ്പെടുന്നില്ല? ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഈ ബ്രസീലിയൻ മോഡലിനെ കുറിച്ച് ഇപ്പോൾ നമ്മളിവിടെ പലപ്പോഴും പറയുന്നത് കിട്ടും. ഈ ബ്രസീലിയൻ മോഡൽ ആരാണെന്ന് ഇപ്പോൾ ഞാൻ വേറൊരു ക്ലിപ്പിംഗ് കണ്ടു, അത് സെർച്ച് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒതൻസിറ്റി എന്താണ് അതിൻ്റെ ക്ലാരിറ്റി എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്, ഞങ്ങൾക്ക് സംശയമുണ്ട്. അതൊക്കെ ബോധ്യപ്പെടട്ടെ. അത് ഹരിയാനയിലെ ഒരു വോട്ടറാണെന്ന് തെളിയിച്ചാൽ മതി, ബ്രസീൽ അല്ലെങ്കിൽ വേറെ രാജ്യമായിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് അത് തെളിയിക്കട്ടെ. ഞാൻ പറഞ്ഞ് തെളിയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് തർക്കം ഉന്നയിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നു ബ്രസീലിലെ മോഡൽ അല്ല എന്നുള്ളത് നിങ്ങൾ ഇതിനകം തെളിയിക്കാൻ തെളിയിച്ചിട്ടില്ലല്ലോ. തെളിയിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ഈ തെളിയിക്കുന്ന കാര്യം പറയുമ്പോൾ എപ്പോഴും അത് തമ്മിലുള്ള ഒരു തർക്കമായി മാറണ്ട. തെളിയിക്കേണ്ടത് തെളിയിക്കപ്പെടേണ്ടടുത്ത് തെളിയിക്കണം. അത് തെളിയിക്കപ്പെടേണ്ടടുത്ത് കൊടുത്ത് തെളിയിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് നടക്കട്ടെ. ഞാൻ ഒരു വോട്ടർ വന്ന ഒരു ബൂത്തിൽ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് അവിടെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ തെളിയിക്കേണ്ടത് ഈ ചലഞ്ച് ചെയ്തവർ മാത്രമാണോ? അല്ല, അത് കൊടുക്കട്ടെ. ഡോക്ടർ ലാൽ ഈ 223 സ്ഥലങ്ങളിൽ വോട്ട് ചെയ്തു എന്ന് പറയുന്നു. തികച്ചും അത് ഈ പറയുന്നത് ഉൾക്കൊള്ളാനാവാത്ത ഒരു സംഭവമാണ്. അത് അങ്ങനെ തെളിവ് വെച്ചിട്ട് കാര്യങ്ങൾ പറയുക. ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പോരല്ലോ. അല്ല, ഈ പറയുന്നത് അത് ശരി. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്നു പരാതികൾ കൊടുത്തിട്ടുണ്ട് പല സ്ഥലത്ത് വന്ന്. ഞാൻ പറയുന്നു മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എത്ര മുമ്പാണ് ഇലക്ഷൻ കഴിഞ്ഞത്? ഹരിയാന ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇപ്പോഴാണോ ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി കിട്ടുന്നത്? ഇത്രയും കാലം ഇതിനെ സംബന്ധിച്ചൊരു ബോധ്യമില്ല. അതിനകത്ത് ആഞ്ഞടിക്കുക സുവർണാവസരമായി കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ. നോക്കൂ, ഇവിടെ മഹാരാഷ്ട്രയിൽ 50 ലക്ഷം വോട്ടർമാർ കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കൊരു അത്ഭുതം തോന്നില്ല? അതിനകത്ത് പരാതി വേറെ ആരെങ്കിലും വന്ന് പറയണം? പെട്ടെന്നൊരു ഇലക്ഷനിലേക്ക് 50 ലക്ഷം വോട്ടുകൾ കൂടുന്നത് എങ്ങനെയാണ്? ബീഹാറിൽ 50 ലക്ഷം പെട്ടെന്ന് താഴോട്ട് പോകുമ്പോൾ ശരി, ഞങ്ങളെല്ലാം അംഗീകരിച്ചു, ഇന്നലെ വരെ നടന്നതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്നുള്ളതാണോ നിങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട് അതൊന്നുമല്ല. രാജ്യത്ത് എല്ലാ കാലത്തും BJP അധികാരത്തിലേറുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളാണ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം, അത് നിങ്ങൾ അതിലേക്ക് തിരിച്ചു വരാത്തതുകൊണ്ട് ഇവിടെ ഭയങ്കര കുഴപ്പം നടക്കുകയാണ്, അതിൻ്റെ അകത്താണ് അട്ടിമറി എന്നാണ്. ഇപ്പോൾ പറയുന്നു ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള പ്രശ്നമാണ്, അത് പരിഹരിച്ചാൽ ഈ വിഷയം മാറും. ഇത് രാജ്യത്തുള്ള പ്രശ്നങ്ങളും കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിക്കണം. കോൺഗ്രസിനോട് ചോദിക്കാം. പക്ഷെ നിങ്ങളിപ്പോൾ വന്ന പ്രശ്നങ്ങളെ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് മയക്കാൻ പറ്റുമോ? ഞങ്ങൾ മയക്കണ്ടെന്ന് ഇത് ഞങ്ങളെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കണ്ട. നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടിയിലേക്ക് പോട്ടെ. അവിടെ തെളിയിക്കട്ടെ. അവിടെ തെളിയിച്ചിട്ട് അതിന് ശിക്ഷാ നടപടി ഞങ്ങൾ ഏറ്റുവാങ്ങിക്കോളാം. അതിന് ഇതുവരെ നിയമപരമായി പോയപ്പോൾ ഉണ്ടായ അനുഭവത്തെ സംബന്ധിച്ച് അതിന്റെ അടുത്ത സ്ഥലത്ത് അവർ പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ ഇനിയിപ്പോ വേറെ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ഇവർ കൊടുത്ത സംവിധാനത്തെ സംബന്ധിച്ച് ഇവർ എവിടെ പരാതി കൊടുത്തു? ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട്, അതിന് പബ്ലിക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച്. സുമിത് ജോർജ്, നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ? ഞാൻ ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായി ആദ്യം PDT ആചാര്യ വന്നെങ്കിലും 3 രാഷ്ട്രീയക്കാരെയാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ഈ ജുഡീഷ്യറി കോടതി മുറികളിൽ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രം. ക്ഷമിക്കുക ഡോക്ടർ സമ്പത്ത്, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ്, ഞാൻ കോടതിയെ മോശപ്പെടുത്തി പറയുകയല്ല. പക്ഷേ രാഷ്ട്രീയക്കാരാണ് നിങ്ങളൊക്കെ. ജനങ്ങളോട് മുമ്പിൽ ചെന്ന് കാര്യങ്ങൾ പറയുന്നവരാണ്. അവിടെ ജനങ്ങളോട് നിങ്ങൾ കോടതിയിൽ പോയി പറയുന്നു പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തിനാണ് ജനങ്ങളുടെ മുമ്പിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കോടതി മതിയല്ലോ, വക്കീലന്മാരും നിയമ സംവിധാനവും മാത്രം മതിയല്ലോ. നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്? ചില കാര്യങ്ങൾക്ക് കോടതി തന്നെ വേണം, അതുകൊണ്ടാണല്ലോ കോടതി അവിടെ ഉള്ളത്. അത് നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുന്ന ചില കാര്യങ്ങൾക്ക് വേണം, അത് വേണമെന്നുള്ളതുകൊണ്ടാണ് ജുഡീഷ്യറി ഉള്ളത്, ഭരണഘടന ഉള്ളത്. ആ സംവിധാനങ്ങൾ അങ്ങനെ വേണം. അല്ലാണ്ട് നമ്മൾ നടത്തുന്ന ലാഘവത്തിൽ വേണം. നിങ്ങൾ ഈ കോടതിയെ വല്ലാതെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്ന സമിതിയിൽ നിന്ന് പുറത്താക്കിയത്? നിങ്ങൾക്ക് ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് BJPക്കെതിരെ നിങ്ങൾക്ക് പറയാൻ 100 കൂട്ടം വിഷയങ്ങളുണ്ടാവും. ഉത്തരം. അല്ല, എന്തുകൊണ്ട് നിങ്ങൾ കോടതി? അല്ല, ഞാൻ പറയുന്നത്
ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി. അല്ല, ഞാൻ പറയുന്നത് ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിയതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ SIR നടപ്പാക്കുന്നതിനെ സംബന്ധിച്ചും ഈ രാജ്യത്ത് ഇത്തരത്തിൽ കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ അതിനെ ന്യായമായ രീതിയിൽ കോടതിയിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കണമെന്ന് പറയുമ്പോഴും അതിനെ നിങ്ങൾ വളരെ വളരെ സിംപ്ലിസായി നിങ്ങൾ കാണുകയും അത് ഞങ്ങൾ വളരെ ചെറുതാക്കി കാണുന്നു അവകാശപ്പെടുകയും ചെയ്യുന്നത് എന്തിനാണ്? അല്ല, നിങ്ങൾ തുടർച്ചയായിട്ട് പറയുക ബോംബാണ് ബോംബാണ്. നിങ്ങളോട് എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് ചോദിച്ചാൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കോടതിയിൽ പോകാനാണ് പറയുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ എന്തിനാണ് അവിടെ? അല്ലെന്ന് നിങ്ങൾ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റിയെ സംബന്ധിച്ചാ നിങ്ങൾ ഇത് ഉയർത്തിപ്പിടിച്ചിട്ട് 223 വോട്ട് ബ്രസീലിയൻ മോഡൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ ക്രെഡിബിലിറ്റി എവിടെയാണ്? അല്ല, അത് കോടതിയാണോ കണ്ടെത്തേണ്ടത്? നിങ്ങളല്ലേ ഈ സംവിധാനത്തെ തീരുമാനിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞാൽ മതിയോ സത്യമാണോ നുണയാണോ? അല്ല, നിങ്ങളാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ നിയമം മാറ്റിയത് നിങ്ങളാണല്ലോ. എന്നിട്ട് അവിടെ ഈ സംവിധാനത്തെയൊക്കെ നിങ്ങൾ വെച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ നിങ്ങൾ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു. അതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നിങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്, ഉദ്യോഗസ്ഥരെ, പോലീസിനെ, ബാക്കി എല്ലാത്തിനെയും. എന്നിട്ട് അതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ, നടത്തിപ്പിൽ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കോടതിയിലേക്ക് പൊക്കോളൂ എന്നാണ് ജനങ്ങളോട് പറയുന്നത്. ജനങ്ങളോടല്ല പറഞ്ഞത്, ഇത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോടാ. ജനങ്ങളോടല്ല പറഞ്ഞത്, പ്രതിപക്ഷ നേതാവാണ് സ്ഥിരമായിട്ട് ഉന്നയിക്കുക, അദ്ദേഹത്തോടാണ് പറഞ്ഞത്. ഇതിവിടെ ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും ഒരു മൂടുപടമുണ്ടാക്കി എന്തിനാണ് ഇത്തരത്തിൽ? നമ്മൾ ഒരു സംവിധാനമുള്ളപ്പോൾ ആ സംവിധാനത്തിനകത്ത് പോകാമല്ലോ. നിങ്ങൾ പറയുന്നു ആരോപണം ഉന്നയിച്ചു, ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ, ഞങ്ങൾക്ക് അതിന് പ്രശ്നമില്ല. പക്ഷേ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ എന്തിനു ഏറ്റെടുക്കണം? അത് ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിഷയത്തിൻ്റെ അക്കൗണ്ടബിലിറ്റി ഞങ്ങൾ എന്തിനെടുക്കണം? അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. കോൺഗ്രസ് ഇപ്പോൾ ഞാൻ പറയുന്നു, കോൺഗ്രസ് ഹരിയാനയിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പറയുന്നു അവിടെ കർഷകരുടെ വലിയ സമരം നടന്ന സ്ഥലമാണ്, അത് മുഴുവൻ അവർക്ക് അനുകൂലമായി നിന്നിരുന്നതാണ്. പിന്നെ എങ്ങനെ പരാജയപ്പെട്ടു എന്നാണ് ചോദിക്കുക. അവിടെ പരാജയപ്പെട്ടു അല്ലല്ല, അവർ ആ പറഞ്ഞതിനൊക്കെ നമുക്ക് അവരോട് മറുപടി ചോദിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞ ചില കണക്കുകളുണ്ട് സാർ. ആ കണക്കുകൾ നിങ്ങൾ കോടതിയിൽ പോയി ഇത്രയും വിശദീകരിക്കുന്ന താങ്കൾക്ക് ഈ കാര്യത്തിൽ വിശദീകരണമില്ല. നിങ്ങൾ കോടതിയിൽ പോയാൽ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് താങ്കൾ പറയുന്നത്. അസാധു വോട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ, ഈ പറഞ്ഞ ഇരട്ട വോട്ടുകൾ, ഈ വ്യത്യസ്ത പേരുകളിലെ വോട്ടുകൾ, ഇനിയൊക്കെ ഞാൻ എന്തിനാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? ഫോട്ടോ പോലും ഇല്ലാത്ത വോട്ടർ പട്ടിക, ചില ആളുകൾക്ക് ഫോട്ടോ ഇല്ല, ഒരേ ഫോട്ടോയിൽ എത്രയധികം വോട്ടുകൾ, ഇതൊക്കെയാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ പറയുന്നു അതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല, അത് കോടതിയിൽ പോയിക്കോളൂ എന്നാണ്. അല്ലെന്നേ, ഇത് നേരത്തെ ഉന്നയിച്ച ആരോപണത്തിനനുസരിച്ചാണ് മറുപടി പോലും പറയണ്ടല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കിതിൻ്റെ ആവശ്യമില്ല, ഇത് വെറുതെ ഞെക്കിയാൽ മതി, മൊത്തം അക്കൗണ്ടിലേക്ക് കയറിക്കോളൂ എന്നാണ് പറഞ്ഞത്. ആ മെഷീൻ മാത്രം മതി, മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നിയന്ത്രിക്കുന്ന വേറെ സ്ഥലത്തു നിന്നാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് ഉദ്ദേശിക്കുന്ന പോലെ വോട്ട് കിട്ടുമെന്നാണ് ഇവിടെ പറഞ്ഞു നടന്നത്. അതിനേക്കാൾ വലുതാണ് പ്രശ്നമെന്ന് ഇപ്പോൾ മനസ്സിലായി. ആ വിഷയം നടക്കുന്നില്ല. ഇപ്പോൾ ആ മെഷീൻ കംപ്ലൈൻറ്റ് മാറിയോ? അതിന്റെ കംപ്ലൈന്റ് ഇല്ലേ? അതായിക്കോട്ടെ, അത് നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. അതാണ് രാഷ്ട്രീയം, നിങ്ങൾ അതാണ് ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നിങ്ങൾക്ക് അന്നത്തെ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വന്നു, പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. ഒരു ഉത്തരം വന്നു ഇപ്പോൾ. എന്താണ് താങ്കൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചത്. അല്ലല്ല, താങ്കൾ പറഞ്ഞു ഒരു ഉത്തരമായിട്ട് അന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണെന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞു. ഇന്നത്തെ ചോദ്യത്തിന് ഇനിയും 10 കൊല്ലം കഴിഞ്ഞായിരിക്കും താങ്കളുടെ ഉത്തരം വരുന്നത്. ഡോക്ടറെ, ഞാൻ ബഹുമാനത്തോടെ പറയട്ടെ, ഈ വിഷയത്തിൽ നിവൃത്തി ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവിടെ രാജ്യത്ത് ഭരണഘടനയും നിയമവും അനുശാസിക്കുന്നത് അതിനനുസരിച്ച് പോവുകയും അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത്തരത്തിൽ ലീഗലി പബ്ലിക്കായിട്ട് വന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് അത് ബോധ്യപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇവിടെ ഈ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാണ് ഡോക്ടർ സമ്പത്ത് ഇവിടെ വിശദീകരിച്ചത്. ആർട്ടിക്കിൾ 324 കാര്യങ്ങളൊക്കെ നേരത്തെ PDT ആചാര്യയും പറഞ്ഞു. മറ്റ് പാർട്ട് 1ലെയും പാർട്ട് 2ലെയും വിവിധ ആർട്ടിക്കിളുകളിൽ പറയുന്നത് എന്താണെന്ന് അദ്ദേഹം വിശദമായി പറഞ്ഞു. നിങ്ങൾക്ക് ആ കാര്യം കേട്ടത് മാത്രമേ ഉള്ളൂ, മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, നിയമപരമായി എന്താണ് ഹരിയാനയിൽ സംഭവിച്ചത് കോടതിയിൽ കേസെത്തിയപ്പോൾ എന്നുള്ളതാണ് നേരത്തെ ഹരിയാനയിലെ പ്രശ്നത്തിൽ പറഞ്ഞത്. അതിനും ഒന്നും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. അല്ല, ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഷൻ ഉൾക്കൊള്ളുന്നതോടൊപ്പം ഞാൻ പറയുന്നത് ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സംവിധാനം, ഞാൻ ചോദിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഇൻക്ലൂഷൻ മാത്രം മതിയോ? ഇതിൻ്റെ അകത്ത് പെശകുണ്ടെങ്കിൽ ഇവരെ ഒഴിവാക്കേണ്ട ഒരു സംവിധാനം ഒരിക്കലും ഇതിൻ്റെ അകത്ത് നടപ്പാക്കുവാൻ പാടില്ല. അല്ല, പെശകുണ്ടെങ്കിൽ ഒഴിവാക്കണം. ഈ താങ്കൾ ഈ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായിട്ട് കാര്യങ്ങളെ കാണുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ വാദത്തിന് വേണ്ടി പറയുകയാണ്. പക്ഷേ ഇതാ നോക്കൂ, കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴാണോ ഇത് ഈ പെശക് തിരുത്താൻ തോന്നിയത്? 2002 തെരഞ്ഞെടുപ്പ് പട്ടിക എങ്ങനെയാണ് താങ്കൾ അടിസ്ഥാനപരമായി കൊണ്ടുവരുന്നത്? അല്ല, അത് തന്നെയാണല്ലോ ഞാനും അങ്ങോട്ട് ചോദിച്ചത്. ഈ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും തിരുത്താൻ ഇവർക്ക് ഇപ്പോഴാണോ എന്ന് ചോദിച്ചപ്പോൾ അവരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആ വിഷയത്തിൽ ഒരു മറുപടി ഇല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ, ഞാനല്ല, ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കിയ വിഷയത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് ക്ലാരിറ്റി ഉണ്ട്. അതിനെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞത് രാഷ്ട്രീയപരമായ മറുപടിയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി എനിക്ക് പറയുവാൻ കഴിയില്ല. താങ്കൾ ഒരു ഉത്തരവും പറഞ്ഞില്ല ഇതിനകത്ത്. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പറയാൻ ഞാൻ ശരി.